ചിരിക്കുവാൻ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം ഹൈടെക് വിദ്യാലയങ്ങളായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഔപചാരിക തല ഉദ്ഘാടനം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയവും ഹൈടെക് വിദ്യാലയമാണെന്ന് അറിയാമല്ലോ. നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ സ്മാർട്ട് ക്ലാസ് ലാബിലൂടെ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്കൂൾ ഹൈടെക് ആയതിൻ്റെ സ്കൂൾ തല പ്രഖ്യാപനം ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മാന്യ വ്യക്തിത്വങ്ങളെയും ഓൺലൈനിലായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന് മുഴുവൻ അഭിമാനമായി മാറുന്ന വലിയൊരു നേട്ടം കൂടി നാം കൈവരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഹൈടെക് വിദ്യാലയങ്ങളായി മാറിക്കഴിഞ്ഞു. നമസ്കാരം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ഇതിനോടകം മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ അഭിമാനമായി മുന്നേറുകയാണ് വിദ്യാഭ്യാസ മേഖല. കേരള സംസ്ഥാനത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും അതോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ തട്ടുകളിലുള്ള ഓഫീസുകളും പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്തതിന്റെ ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ നിർവഹിച്ച ആ ചടങ്ങോടനുബന്ധിച്ച് നടക്കുന്ന പ്രഖ്യാപനത്തിന്റെ യോഗത്തിൽ എത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് വളരെ കരുത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ക്ലാസ് റൂം പ്രക്രിയ. പ്രിയമുള്ളവരെ, ഞാൻ പൊന്നാനി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. പൊതുവിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും ഡിജിറ്റലാകുന്ന ആദ്യ സംസ്ഥാനമെന്ന നേട്ടം നാം കൈവരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. 2016 ബഹുജന പങ്കാളിത്തത്തോടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ തീവ്ര പരിശ്രമത്തിൻ്റെ ഫലമായാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് ഹൈടെക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. പ്രിയ വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അധ്യാപിക സുഹൃത്തുക്കളെ, ഞാൻ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്റ ബാബു. നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ കോവിഡ് മഹാമാരിയുടെ പിടിയിലാണ്. സ്മാർട്ട് ക്ലാസ്സിലൂടെ ആണെന്ന് കുട്ടികൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മക്കൾക്ക് ഗൃഹസ്ഥമാക്കി കൊടുക്കണം. തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളും ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമായി പ്രഖ്യാപിക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ വെളിയങ്കോട് പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ പ്രഖ്യാപനത്തിലാണ്. നമ്മുടെ ചെമ്പയിൽ സ്കൂള് നമുക്കറിയാം, നല്ലൊരു വിദ്യാഭ്യാസ പുരോഗതിയുള്ള ഒരു സ്കൂളാണ്. UP സ്കൂളിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, അഭ്യുദയകാംക്ഷികളെ, രക്ഷിതാക്കളെ, മാനേജ്മെൻറ്റ് സുഹൃത്തുക്കളെ, സംസ്ഥാനത്തുടനീളം പൊതുവിദ്യാലയങ്ങൾ സാങ്കേതിക സൗകര്യങ്ങൾ കൈവരിച്ചതിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന ദിവസമാണ്. നമ്മുടെ ചരിത്രവും ഏറെ പാരമ്പര്യവുമുള്ള ചെമ്പേല സ്കൂൾ എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന CMM UP സ്കൂളിലും നമ്മൾ ഒരുക്കിയിട്ടുള്ള വിവരസാങ്കേതിക അടിസ്ഥാന സൗകര്യത്തിൻ്റെ പ്രഖ്യാപനം നമ്മൾ ഇന്നിവിടെ നിർവഹിക്കുകയാണ്. ബഹുമാന്യനായ അഫ്സൽ അലിയുടെ നേതൃത്വത്തിൽ വളരെ ലക്ഷ്യബോധമുള്ള ഒരു മാനേജ്മെൻറ്റ് അനുദിനം ഈ മഹത്തായ വിദ്യാലയത്തിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിൽ അതിയായ സന്തോഷം നമുക്കെല്ലാവർക്കും ഉണ്ട്. ലക്ഷ്യബോധത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായി നമ്മുടെ സ്കൂളിലും ഏറ്റവും മികച്ച രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ IT-യുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും ഈ പ്രിയപ്പെട്ട വിദ്യാലയത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി പഠനാനുഭവങ്ങളുടെ വൈവിധ്യങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാ അർത്ഥത്തിലും പകർന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ നമ്മുടെ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും സാധിക്കും എന്ന ഉത്തമ വിശ്വാസം നമുക്കെല്ലാവർക്കുമുണ്ട്. മഹത്തായ വിദ്യാലയത്തിൻ്റെ IT
ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം കൈവരിച്ച വിദ്യാലയമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഏറെ വിനയത്തോടെ നിങ്ങളുടെ ഏവരുടെയും ശബ്ദത്തോടു കൂടി നടത്തിയതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡ് മെമ്പർ ബാബു വഴങ്ങിൽ. വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന CMM UP സ്കൂൾ, ആ സ്കൂളിലെ ഏറ്റവും ബഹുമാന്യായ സ്നേഹം നിറഞ്ഞതുമായ നമ്മുടെ ഓമന ടീച്ചർ സർക്കാർ തലത്തിൽ എല്ലാ സ്കൂളുകളും ഹൈടെക്കിൻ്റെ ഭാഗമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രിയമുള്ള രക്ഷിതാക്കളെ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ, നമ്മുടെ സ്കൂളിൻ്റെ മികവും നമ്മുടെ സ്കൂളിലേക്ക് ഈ കോവിഡ് എന്ന മഹാമാരിക്കിടയിലും നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. ബഹുമാന്യരെ, നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും ഡിജിറ്റൽ വൽക്കരിച്ചതിൻ്റെ പ്രഖ്യാപനം ഇന്ന് നടന്നു കഴിഞ്ഞു. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന് ശേഷം നാം പിന്നിടുന്ന വലിയ ഒരു നാഴികക്കല്ലാണിത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൽ, അതായത് CMM UP സ്കൂളിലും വിവരസാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. വരുന്ന അധ്യയന വർഷം നിലവിലുള്ളതിനേക്കാൾ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധമായ മറ്റു സൗകര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും. വിദ്യാലയത്തിൽ തന്നെ ഇൻ്റർനെറ്റും അതോടനുബന്ധിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെയും ലഭ്യത വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പഠന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുവാനും അത് കൂടുതൽ രസകരമായ രീതിയിൽ ആവിഷ്കരിക്കുവാനും നടപ്പാക്കുവാനും ഒക്കെ അധ്യാപകർക്ക് സാധിക്കും എന്നുള്ളത് കൂടി അതിൻ്റെ വലിയൊരു മെച്ചമാണ്. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും ഹൈടെക് ആകുന്നതിന്റെ പ്രഖ്യാപനം സംസ്ഥാന തലത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിർവഹിക്കുകയുണ്ടായി. വിദ്യാലയത്തിലും സ്കൂൾ തല ഹൈടെക് പ്രഖ്യാപനം നടത്തുന്നതിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഈ വിദ്യാലയത്തിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളു.